Hello friends, Technique Malayalathiലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഡിവൈസ് ആണ്. അപ്പോൾ ഏറ്റവും മികച്ച ക്യാമറ ഹാർഡ്വെയർ ആയിട്ട് വരുന്ന ഡിവൈസ് ആണ്. ഇതിന്റെ പേരാണ് Xiaomi 12S Ultra. അപ്പോൾ നിങ്ങൾ ഈ ഡിവൈസിനെ കുറിച്ച് കേട്ട് കാണും. കഴിഞ്ഞ മാസമാണ് ചൈനയിൽ ലോഞ്ച് ചെയ്തത്. ഇതാണ് വേൾഡ്സ് ലാർജസ്റ്റ് ക്യാമറ സെൻസർ, അതായത് 1 ഇഞ്ച് സെൻസർ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ Xiaomi 12S Ultra ചൈന ഓൺലി വേരിയൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ അൺബോക്സിങ്ങിലൂടെ ഈ ഡിവൈസ് കാണിക്കണതിൽ എന്താ കാര്യം എന്ന് ചോദിക്കാൻ സ്വാഭാവികമായി ചോദിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ഡിവൈസ് ആക്ച്വലി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നില്ല. എങ്കിലും ഷവമി നമുക്ക് സ്പെഷ്യൽ ഒരു ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, പോണ്ടിച്ചേരിയിലായിരുന്നു. ഞാൻ ആക്ച്വലി കഴിഞ്ഞ ലാസ്റ്റ് 3 days പോണ്ടിച്ചേരിയിലായിരുന്നു. അപ്പോൾ അവർ നമുക്ക് ഈ ഡിവൈസ് ഷെയർ ചെയ്തിട്ട് ഈ ലൈക്ക പാർട്ട്ണർഷിപ്പായിട്ട് Xiaomi 12S Ultra ഇറക്കിയത്. അപ്പോൾ ആ ഒരു പാർട്ട്ണർഷിപ്പിൽ ക്യാമറ പെർഫോമൻസ് എത്രത്തോളം മികച്ചതാക്കാൻ കഴിഞ്ഞു എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ആ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതേപോലെ നമുക്ക് ഒരുപാട് ഫോട്ടോഗ്രാഫി ടിപ്സ് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഒരു ഷവമീൻ്റെ ഒരു എന്താ പറയുക ഡിവൈസിനെ പരിചയപ്പെടുത്തുന്ന സെഷൻ ആയിരുന്നില്ല, മറിച്ച് അത് ഫോട്ടോഗ്രാഫി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും, അതേപോലെ ഈ ക്യാമറയിൽ ഈ ഫോണിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എല്ലാം തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ കൂടുതൽ ആ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് അൺബോക്സിങ് ചെയ്യാം. ഇത് ആക്ച്വലി നമുക്കൊരു സീൽഡ് ബോക്സ് ആയിട്ടാണ് കിട്ടിയത്. നമ്മൾ ആക്ച്വലി അവിടെ നിന്ന് തന്നെ അൺബോക്സ് ചെയ്യേണ്ടായി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വളരെ ക്വിക്കായിട്ട് ഇത് അൺബോക്സ് ചെയ്യാം. അതേപോലെ ഈ സൂപ്പർ ഫോൺ എന്ന് വേണ്ടി പറയാം, ഏറ്റവും മികച്ച ക്യാമറ ഹാർഡ്വെയർ ആണ് ഇതിനകത്ത് വരുന്നത്. അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് കോൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ചിപ്പും 12 GB റാമും അങ്ങനെ എല്ലാം കൊണ്ടും തന്നെ ഒരു കിടിലം ഹാർഡ്വെയർ ആണ് ഇത് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയിൽ വരുന്നില്ലെങ്കിലും ഇതിൻ്റെ ക്യാമറ കേപ്പബിലിറ്റീസ് നിങ്ങളെ കാണിക്കുകയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിവൈസ് ചൈനയിൽ മാത്രം അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം നമ്മൾ അധികം പറയുന്നില്ല, കാരണം ഇത് MIUI ചൈനീസ് റോമാണ്. അപ്പോൾ അത് ഗ്ലോബൽ വേരിയൻ്റ് അല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിംഗ് തുടങ്ങാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് Xiaomi 12S Ultra, അപ്പോൾ എൻ്റെ അറിവിൽ മലയാളത്തിലെ ആദ്യത്തെ Xiaomi 12S Ultra അൺബോക്സിംഗ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ എക്സൈറ്റിംഗ് അൺബോക്സിങ്ങിനായിട്ട്. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. Xiaomi 12S Ultra co-engineered with Leica എന്ന് എഴുതി കാണാം. പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്, ബാക്കിൽ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ചൈനീസിലാണ് കൂടുതൽ എഴുതിയിരിക്കുന്നത്. Xiaomi 12S Ultra 12 GB 256 GB സ്റ്റോറേജ് ആണ്. ഡോൾബി വിഷൻ, ഡോൾബി അറ്റ്മോസ്, സൗണ്ട് ബൈ ഹാർമൻ കാർഡൻ, IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കേപ്പബിലിറ്റീസ്, ഹൈറസ് ഓഡിയോ വയർലെസ് സപ്പോർട്ടഡും ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ കിടിലം ഹാർഡ്വെയർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ വേറൊരു ഗ്രീൻ കളറും കൂടി ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, പക്ഷേ എങ്കിലും ആ കളറ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ബോക്സ് ഒന്ന് തുറക്കാം ആദ്യം തന്നെ നമുക്ക്. അപ്പോൾ Xiaomi 12S Ultra. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഷവമീൻ്റെ വേറൊരു സ്മോൾ ബോക്സാണ്. ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു സിം ഇജക്റ്റ്, പിന്നെ ഒരു മാനുവൽ. ഇതെല്ലാം ആക്ച്വലി ചൈനീസിലാണ്, ചൈനീസ് വേരിയൻ്റ് ആയതുകൊണ്ട്. പിന്നെ നമുക്കൊരു കേസാണ് കിട്ടുന്നത്, കണ്ടില്ലേ, ആ ക്യാമറ കട്ടൗട്ടിനുള്ള കേസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡിവൈസാണ്. അപ്പോൾ ഡിവൈസ് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ബാക്കി കിട്ടുന്നത് നമുക്ക് 67 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ്. എഗെയിൻ ചൈനീസ് പ്ലഗ് ആണ്. ഇത് 67 വാട്ട് ഷവമീൻ്റെ സോണിക് ചാർജാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സാധാരണ USB Type-C ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരും. നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഡിവൈസ് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഫോൺ പുറത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് Xiaomi 12S Ultra, ഏറ്റവും കിടിലം ഹാർഡ്വെയറോടുകൂടി വരുന്ന, പ്രത്യേകിച്ച് ക്യാമറയ്ക്ക് വേണ്ടി മുൻതൂക്കം കൊടുത്ത ഒരു ഡിവൈസാണ്. നമുക്കിവിടെ ഒരു ലെതർ കൈൻഡ് ഓഫ് ഫിനിഷാണ് വരുന്നത്. ഷവമീൻ്റെ ബ്രാൻഡിങ് കാണാം. അപ്പോൾ ഈ ഫിനിഷ് പ്രത്യേകത ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലൈക്കേൻ്റെ ക്യാമറയിൽ കാണുന്ന അതേ ഫിനിഷാണ് ഇവിടെയും ഷവമി കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, നിങ്ങൾ ലൈക്കേൻ്റെ ക്യാമറ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതേ ഒരു ഫിനിഷ് അതിനകത്ത് കാണാം. അപ്പോൾ അതേ ഒരു ലുക്കാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെ ലൈക്ക ബ്രാൻഡിങ് കാണാം. ഇവിടെ നമുക്ക് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. പിന്നെ കുറേ സെൻസേഴ്സ് ഉണ്ട്, ഫ്ലാഷ് ഉണ്ട്. ക്യാമറയെ കുറിച്ച് ഞാൻ വിശദമായി പറയാം, കാരണം അതാണ് ഇതിൻ്റെ മെയിൻ ആസ്പെക്റ്റ്. പിന്നെ ഇവിടെ കണ്ടില്ലേ ചെറിയ പ്രൊജക്ഷൻ കണ്ടില്ലേ, ക്യാമറ യൂണിറ്റിനുള്ള പ്രൊജക്ഷനാണ്. പിന്നെ ഇവിടെ നമുക്കൊരു ഫിനിഷും കൊടുത്തിട്ടുണ്ട്. പിന്നെ Xiaomi ബ്രാൻഡിങ് കാണാം. താഴെ സിം ട്രേ ആണ് വരുന്നത്. USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റാണ്. മുകൾ ഭാഗത്ത് സ്പീക്കറാണ്, ഹാർമൻ കാർഡൻ സ്പീക്കറാണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. ഇവിടെ പവർ ബട്ടണും വോളിയം കീസുമാണ്. ഈ സൈഡിൽ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണൊരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ഇൻഹാൻഡ് ഫീലാണ്.
നമ്മൾ കാണുമ്പോൾ ഉള്ള ഒരു വെയിറ്റ് ഒന്നും ഇതിനകത്ത് ആക്ച്വലി ഇല്ല, കുറച്ചുകൂടി നല്ല റിഫൈൻഡ് ആണ്. ഡെഫിനറ്റ്ലി ഹെവിയാണ്, കാരണം ഇത്രയും വലിയ ക്യാമറ മോഡ്യൂൾ ഉണ്ടാകുമ്പോൾ ഹെവി ആയിരിക്കും, പക്ഷേ നല്ലൊരു ഇൻഹാൻഡ് ബാലൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഒരു ഹെവി ഡിവൈസ് ആയിട്ട് നമുക്ക് തോന്നത്തില്ല യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ. ഇനി ഇവിടെ നമുക്ക് പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ്, ഒരു 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ക്യാമറ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഹാർഡ്വെയർ ആസ്പെക്ട്സിലേക്ക് ഒന്ന് പോകാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയാം. അപ്പോൾ ഇതാണ് Xiaomi 12S അൾട്രേൻ്റെ ഡിസ്പ്ലേ. ഈ ഡിസ്പ്ലേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് WQHD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇത് AMOLED ഡിസ്പ്ലേ ആണ്. അതേപോലെ 1 to 120 Hz അഡാപ്റ്റീവ് സിങ്ക് പ്രോ ഡിസ്പ്ലേ, അതായത് റിഫ്രഷ് റേറ്റ് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിൽ, അത് ഓട്ടോമാറ്റിക്കായി കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് E5 LTPO ഡിസ്പ്ലേ ആണ്. അതേപോലെ ഡോൾബി വിഷൻ സപ്പോർട്ടഡ് ആണ്, കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടേഴ്സും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത് WQHD+ലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അതുണ്ടല്ലോ ഡിസ്പ്ലേയിൽ WQHD+ അല്ലെങ്കിൽ ഫുൾ എച്ച് ഡിയിൽ കുറച്ചുകൂടെ ബാറ്ററി സേവ് ചെയ്യും. പിന്നെ റിഫ്രഷ് റേറ്റ് കണ്ടില്ലേ, 1 to 60 Hz, 90 Hz അല്ലെങ്കിൽ 120 Hz സെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതും ചെയ്യാവുന്നതാണ്, എന്താ പറയുക, ഓട്ടോ മോഡിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഇതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മികച്ച ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്, അതിലൊരു സംശയം തന്നെ ഇല്ല. കിടിലൻ ഡിസ്പ്ലേനെ എഡ്ജസ് കേർവ്ഡ് ആണ് വരുന്നത് ആക്ച്വലി. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേന്. E5+ LTPO ഡിസ്പ്ലേ, അതേപോലെ AMOLED ഡിസ്പ്ലേന് ഡോൾബി വിഷനും സപ്പോർട്ടഡ് ആണ്. ഇനി ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിന് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഇത് ചൈനീസ് MIUI 13 ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിൽ കാര്യമില്ല. MIUI 13.0.8 Android 12 ആണ് വരുന്നത്. അപ്പോൾ ഇത് ചൈനീസ് വേർഷന് വേണ്ടിയുള്ള കസ്റ്റമൈസേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാത്ത കുറേ ആപ്സ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായൊന്നും പറയുന്നില്ല. നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇവിടെ കിട്ടുന്ന MIUI-നേക്കാളും ഒരുപാട് മാറ്റങ്ങളും ചേഞ്ചസും ഉണ്ട്. ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് പോകാം. ഇതിനകത്ത് സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ചിപ്പാണ് വരുന്നത്. അതേപോലെ ഇതിനകത്ത് 12 GB റാമും 256 GB സ്റ്റോറേജുമാണ് വരുന്നത്. ഞാൻ ഇവിടെ കാണിച്ചായിരുന്നു. മൈ ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, എല്ലാ ഡീറ്റെയിൽസും കാണാം ഇവിടെ. 12S അൾട്ര 12+3 GB റാം, 6.73 ഇഞ്ചസ് ഡിസ്പ്ലേയും റെസൊല്യൂഷനും സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ചിപ്പും കാണാം. ക്യാമറേൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പറയുന്നത്. LPDDR5 റാമും UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇംപ്രൂവ്ഡ് കൂളിംഗ് സിസ്റ്റമും ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ സോഫ്റ്റ്വെയറിൽ ഒരു മികച്ച പെർഫോമൻസിൽ ഒരു മികച്ച എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കിട്ടും. എങ്കിലും ഇവിടെ അവൈലബിൾ അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു മാത്രം. പിന്നെ ബാക്കിയുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് കേപ്പബിലിറ്റീസ് ഉണ്ട്. അതേപോലെ X-ആക്സിസ് ലീനിയർ മോട്ടർ ഉണ്ട്, ഇമേഴ്സീവ് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, IR റിമോട്ട് കൺട്രോൾ ഉണ്ട്, NFC ഉണ്ട്, ബ്ലൂടൂത്ത് 5.2 സപ്പോർട്ടും ഉണ്ട്. സ്പീക്കേഴ്സ് ഹാർമൺ കാർഡൻ ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 കളറാണ്, ക്ലാസിക് ബ്ലാക്ക് ആണ് ഇത്. അതേപോലെ വേറെ കളറുള്ളത് വെർഡൻ ഗ്രീൻ എന്ന് പറഞ്ഞ ഒരു കളർ കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ 2 കളറിലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഇതൊരു ലൈറ്റ് ഗ്രീനിഷ് കളറാണ്, ഇത് ബ്ലാക്ക് ആണ്. അപ്പോൾ ഇത് 2 കളേഴ്സ് അവൈലബിൾ ആവുന്നത്. ഇനി ഇതിൻ്റെ ക്യാമറയിലോട്ട് വരാം. അപ്പോൾ ആദ്യം നമുക്ക് ക്യാമറ ഹാർഡ്വെയർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് വേൾഡ്സ് ലാർജസ്റ്റ് സെൻസറാണ്, 1 ഇഞ്ച് സെൻസറാണ്, 50 മെഗാ പിക്സൽ സോണി സെൻസറാണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി 1 ഇഞ്ച് സെൻസർ വരുന്നത്, സെൻട്രലല്ല, ഇതാണ് 1 ഇഞ്ച് സെൻസർ വരുന്നത്. അപ്പോൾ അതിനകത്ത് f1.9 അപ്പേച്ചറാണ് വരുന്നത്. പിന്നെ ഒരു 48 മെഗാ പിക്സൽ 128 ഡിഗ്രി അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, അത് 7P ലെൻസാണ്, നൈറ്റ് മോഡും സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ വരുന്നത് ഒരു 48 മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസാണ്, അത് 5x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇൻക്ലൂഡഡ് ആണ്, നൈറ്റ് മോഡും ഇൻക്ലൂഡഡ് ആണ്, അത് അപ് ടു 120x സൂപ്പർ സൂമും സപ്പോർട്ടഡ് ആണ്. പിന്നെ ലൈക്കേൻ്റെ പാർട്ട്ണർഷിപ്പ് ആയതുകൊണ്ട് തന്നെ ലൈക്ക ഒത്തൻറ്റിക് മോഡും ലൈക്ക വൈബ്രൻറ്റ് മോഡും അങ്ങനെ 2 മെയിൻ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഡോൾബി വിഷൻ HDR റെക്കോർഡിംഗ് ഉണ്ട്, പ്രോഗ്രേഡ് ഫിലിം റെക്കോർഡിംഗ്, ഹൈപ്പർ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, പിന്നെ AI ഇമേജ് സൊല്യൂഷൻ. അങ്ങനെ ക്യാമറയ്ക്ക് വേണ്ടി ഏറ്റവും ഒരു എന്താ പറയുക ഹൈ പ്രയോറിറ്റി കൊടുത്തിട്ടാണ് ഈ ഡിവൈസ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്യാമറ സിസ്റ്റം. ഇനി നമുക്ക് ക്യാമറ UI ഒന്ന് നോക്കാം. അപ്പോൾ ടിപ്പിക്കൽ ക്യാമറ UI ആണ്. ഇവിടെ നമുക്ക് ഉണ്ട് ലൈക്ക ഒത്തൻറ്റിക്, ലൈക്ക വൈബ്രൻറ്റ്. അപ്പോൾ ലൈക്ക ഒത്തൻറ്റിക് ആണ് ആക്ച്വൽ ഒരു ലൈക്കേൻ്റെ ക്യാമറയിൽ വരുന്ന അതേ ഫൈൻ ട്യൂണിംഗ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പിന്നെ ലൈക്ക വൈബ്രൻറ്റ് നമുക്ക് കുറച്ചും കൂടെ സോഷ്യൽ ഷെയറിങ്ങിനായിട്ട് കുറച്ചും കൂടെ വൈബ്രൻറ്റ് ഇമേജ് ആണ് വരുന്നത്. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് അപ് ടു 8K 60 FPS, 4K 60 FPS, 8K
24 FPS, 4K 16:30, 1080p റെസൊല്യൂഷൻ, 60 എന്താ പറയുക 30 ഉണ്ട്. പിന്നെ മാക്രോ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. മാക്രോ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. പോർട്രേറ്റ് മോഡ്, നൈറ്റ് മോഡ്, പിന്നെ നമുക്ക് ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ റെഗുലർ ക്യാമറയിൽ കാണുന്ന പോലത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഇവിടെയും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ക്യാമറേൻ്റെ കാര്യം പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആയ ക്യാമറ സാമ്പിൾസ് ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ വർക്ക്ഷോപ്പ്, ഞാൻ പറഞ്ഞല്ലോ ഷോമിൻ്റെ ഒരു വർക്ക്ഷോപ്പായിരുന്നു. അപ്പോൾ വർക്ക്ഷോപ്പിൽ നമുക്ക് ആക്ച്വലി ഒരുപാട് അഡീഷണൽ ടിപ്സ് പറഞ്ഞു തരേണ്ടായി. ഈ ക്യാമറ യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും, അതിന് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫോട്ടോസൊക്കെ എടുത്തത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫോട്ടോസ് എല്ലാം തന്നെ നമ്മൾ പോണ്ടിച്ചേരിയിൽ നിന്ന് എടുത്തതാണ്, പോണ്ടിച്ചേരിയിൽ വർക്ക്ഷോപ്പിൽ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇംപ്രഷനിൽ വളരെ ഇഷ്ടപ്പെട്ടു ക്യാമറ. ഒരു ടോപ്പ് ക്വാളിറ്റി ക്യാമറ എന്ന് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. എന്താ പറയുക വെച്ചാൽ അത് എക്സ്പീരിയൻസ് ചെയ്താൽ ആ ഫോട്ടോൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത്രയും അടിപൊളി ക്യാമറ സെറ്റപ്പാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യക്ക് വരുന്നില്ല. പ്രോബബ്ലി ഒരു വേറെ രൂപത്തിൽ, അതായത് ലൈക്കേൻ്റെ പാർട്ട്ണർഷിപ്പ് വേറൊരു രൂപത്തിൽ, വേറൊരു ഡിവൈസിൻ്റെ രൂപത്തിൽ ഇന്ത്യക്ക് ഈ വർഷം വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ ലൈക്ക പാർട്ട്ണർഷിപ്പ് തീർച്ചയായിട്ടും വളരെ നല്ല ഒരു പാർട്ട്ണർഷിപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. ഷോമീൻ്റെ ക്യാമറ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഇനി ക്യാമറ സാമ്പിൾസ് ഒന്ന് കാണാം. കുറച്ചധികം സാമ്പിൾസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാ ക്യാമറാസും യൂസ് ചെയ്തിട്ടാണ്, അതേപോലെ എല്ലാ സെനാരിയോസും കൂടെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഈ സാമ്പിൾസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ ബാറ്ററിൻ്റെ കാര്യത്തിൽ ഇതിനകത്ത് വരുന്നത് 4860 mAh ബാറ്ററിയാണ്. പിന്നെ 67 വാട്ട് വയർഡ് ടർബോ ചാർജിംഗ് ഉണ്ട്, 50 വാട്ട് വയർലെസ് ടർബോ ചാർജിംഗ് ഉണ്ട്, 10 വാട്ട് റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ 4860 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ഇൻഫാക്ട് ഞാനിത് ബാറ്ററി പെർഫോമൻസ് പൊതുവെ ഇത്രയും പവറുള്ള ഒരു ഡിവൈസും അതേപോലെ ഇത്രയും ക്യാമറയ്ക്ക് മുൻതൂക്കം കൊടുത്ത ഡിവൈസ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബാറ്ററി പെർഫോമൻസ് കുഴപ്പമില്ലാത്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷേ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ചിപ്പ് ആയതുകൊണ്ട് തന്നെ വളരെ എഫിഷ്യൻ്റ് ആണ്, നല്ല ബാറ്ററി ലൈഫാണ് എനിക്ക് കിട്ടിയത്. എന്തെങ്കിലും ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുന്നതിൽ കാര്യമില്ല, കാരണം ഈ ഡിവൈസ് ഇന്ത്യക്ക് വരുന്നില്ല. എങ്കിലും ബാറ്ററി ലൈഫ് വളരെ മികച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ഇതാണ് Xiaomi 12S Ultra. അപ്പോൾ ഇതായിരുന്നു Xiaomi 12S Ultraൻ്റെ ഒരു അൺബോക്സിങ്ങും അതേപോലെ ക്യാമറ സാമ്പിൾസ് നിങ്ങൾ കണ്ടു. അപ്പോൾ വളരെ മികച്ച ഒരു ക്യാമറ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ സെഷൻ കൊണ്ട് പ്രോബ്ലി Xiaomi ഉദ്ദേശിക്കുന്നത് ഹൗ ഗുഡ് ഈസ് ലൈക്ക പാർട്ട്ണർഷിപ്പ് വിത്ത് Xiaomi എന്ന ഒരു ആയിരിക്കും എന്ന് എനിക്ക് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ ഒരു വർക്ക്ഷോപ്പ് കൊണ്ട് Xiaomi എത്രത്തോളം ലൈക്കേൻ്റെ പാർട്ട്ണർഷിപ്പ് ബെനിഫിറ്റ് ചെയ്തു അല്ലെങ്കിൽ അത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ നല്ല ഒരു പെർഫോമൻസ് ആണ്, ഡെഫിനറ്റ്ലി നല്ലൊരു പെർഫോമൻസ് ആണ്. ഞാൻ ഇതേപോലത്തെ ഒരു ഡിവൈസ് ഇന്ത്യക്കും വരുന്നുള്ളതാണ് എൻ്റെ ഡെഫിനറ്റ്ലി ഒരു പ്രതീക്ഷ ലൈക്ക പാർട്ട്ണർഷിപ്പിൽ ഇറക്കിയ
ഒരു Xiaomi സ്മാർട്ട് ഫോൺ ഈ വർഷം തന്നെ പ്രോബബ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ തോട്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി കൊണ്ടുവരണം എന്നുകൂടെയാണ്, കാരണം അത്രയും മികച്ച ഇമേജിങ് കേപ്പബിലിറ്റീസാണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു Xiaomi 12S Ultraൻ്റെ ഒരു അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓൺ വീഡിയോ. ഇതിൻ്റെ ക്യാമറ റിവ്യൂ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ മലയാളത്തിൽ ചെയ്യാം. ഞാൻ ആക്ച്വലി ഇംഗ്ലീഷിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാമറ റിവ്യൂ, ഡെഡിക്കേറ്റഡ് ക്യാമറ റിവ്യൂ മലയാളത്തിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ഡെഫിനറ്റ്ലി മലയാളത്തിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു Xiaomi 12S Ultraൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.